ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് കേൾക്കാൻ തുടങ്ങുക കേട്ടോ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ കേൾക്കുന്നത് വൈഖ IPS എന്ന ത്രില്ലിംഗ് സസ്പെൻസ് നോവലാണ്. അതിൻ്റെ 18ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. നോവൽ തുടർച്ച വൈഖ IPS അധ്യായം 18. ടൗൺ അതിർത്തിയിലെ റിസോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ സാജൻ്റെ വണ്ടി നിന്നു. ഒരു ഡീലക്സ് റൂമിന് മുമ്പിലെത്തി അവൻ ബെല്ലടിച്ചു. വാതിൽ തുറക്കപ്പെട്ടു. പ്രസരിപ്പ് നിറഞ്ഞ ചിരിയോടെ ഉള്ളിൽ ജഗൻ നിൽക്കുന്നു. കം സാജൻ. ഹൃദ്യമായ ക്ഷണം. സാജൻ ഉള്ളിലേക്ക് കടന്നു. മുറിക്കുള്ളിൽ ടീപ്പോയിന്മേൽ വില കൂടിയ മദ്യക്കുപ്പി, നെയ്യിൽ വറുത്ത കാഷ്യൂ നട്ട്സ്. കുപ്പിയിൽ നിന്നും ഗ്ലാസുകളിലേക്ക് മദ്യം പകർന്ന് ഐസ് ബക്കറ്റിൽ നിന്നും ഐസ് ക്യൂബുകൾ അതിലേക്ക് എടുത്തിടുന്നതിനിടയിൽ സാജൻ്റെ മുഖത്തേക്ക് നോക്കി വിജയച്ചിരിയോടെ ജഗൻ പറഞ്ഞു, സന്തോഷമായില്ലേ തനിക്ക്? സന്തോഷമായി, സാജൻ ഉത്സാഹത്തോടെ പറഞ്ഞു. വൈകിയെ അകത്താക്കുക മാത്രമല്ല, അവൾ കുറ്റവിമുക്തയായി ഇറങ്ങുകയും ചെയ്തു. അതിലാണ് എനിക്ക് സന്തോഷം. അതിലെന്താ സന്തോഷിക്കാൻ? അവൾ ആ കാർത്തികിൻ്റെ സ്വന്തമാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ജഗൻ. അതുകൊണ്ടാണ് നാറ്റിക്കാനുള്ള കെണിയൊരുക്കിയത്. സതി ആൻറ്റി പറഞ്ഞു തന്ന പ്ലാനാ. ആ പണി പറ്റി. അവൾ വല്ലാതെ നാറി. പത്രത്തിലും TV-യിലും വന്നു. ഇനി ആ എൻജിനീയർ തെണ്ടി അവളെ സ്വീകരിക്കില്ല. എനിക്കത് മതി. കുറേ അണ്ടിപ്പരിപ്പ് വാരി വായിലിട്ട് ചവച്ച് അവൻ എന്നിട്ട് ജഗൻ നിറച്ച ഗ്ലാസ്സിലെ മദ്യം വലിച്ചു കുടിച്ചു. സ്നേഹം, എൻ്റെ സ്നേഹം എന്താണ് എന്ന് ഞാൻ ഇനി അവളെ പഠിപ്പിക്കും. അതിനു മുമ്പ് എലിയെ പൂച്ചയിട്ട് തട്ടുന്ന പോലെ അല്പം സ്വല്പം ഞാനും തട്ടിക്കളിക്കും. സാജൻ ചുണ്ടു തുടച്ചു. പക്ഷെ ഇപ്പോൾ വെട്ടിലായത് ഞാനാണ്, ജഗൻ പറഞ്ഞു. അതെന്താ? ഒരാളുടെ സ്വഭാവ ഹത്യ. അതൊരു വലിയ ക്രിമിനൽ കുറ്റമാണ്. ഒരു പോലീസ് ഓഫീസർക്കാണ് ഞാൻ കെണിവെച്ചത്, അതും വിജിലൻസിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട്. ആ CI ഗോപകുമാർ എനിക്കായി വലവീശി ഇറങ്ങിയിരിക്കുകയാണ്. തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ഇങ്ങനെ പോയാൽ അധികം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ജഗൻ തറപ്പിച്ച് പറഞ്ഞു. അവരെന്നെ പിടിച്ചാൽ തീർച്ച ആദ്യം അകത്താകുന്നത് നീയാണ്, അറിയില്ലേ? എടാ, നീ പേടിപ്പിക്കുകയാണോ? സാജൻ ശരിക്കും ഭയന്നു. പേടിപ്പിച്ചതല്ലടാ, ജഗൻ പറഞ്ഞു. എന്നെ പിടിച്ചകത്തിട്ട് നല്ലോണം ചവിട്ടി ഉരുട്ടിയ അറിയാതെ ഞാൻ നിൻ്റെ പേര് പറഞ്ഞു പോകും. സാജൻ വീർത്തു. എന്നതാടാ നമ്മളിപ്പോൾ ചെയ്യേണ്ടത്? ഞാൻ ഈ ലക്ഷറി റൂമിൽ താമസിക്കുന്നത് തന്നെ പെട്ടെന്ന് CAയുടെ ശ്രദ്ധ പതിയാണ്ടിരിക്കാനാ. എന്ന് വെച്ച് ഇവിടെ എത്ര നാൾ കഴിയാൻ കഴിയും? എന്താണ് നിൻ്റെ പ്ലാൻ? എങ്ങോട്ടെങ്കിലും പോകണം. ബാംഗ്ലൂർക്കോ മുംബൈക്കോ? അതാണ് നല്ലത്. തൽക്കാലം നീ അങ്ങോട്ടൊന്ന് മാറിയേക്ക്. പക്ഷെ അതിന് പണം വേണം. പണം ഞാൻ തന്നില്ലടാ. തന്നു. 2 ലക്ഷം കൊണ്ട് എനിക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും? നിനക്ക് വേണ്ടി രൂപ 10 ലക്ഷം ഞാൻ മറിച്ചു, അറിയോ? നീ 10 ലക്ഷം എങ്ങനെ മറിച്ചു? ആര് തന്നു? അപ്പം തിന്നാൽ മതി, കുഴിയെണ്ണണ്ടാന്ന് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞല്ലേ. സാജ പറഞ്ഞു. എന്നാലും രൂപ 1ഉം 2ഉം അല്ലല്ലോ. എൻ്റെ പണം തന്നെയാണെന്ന് കരുതിക്കോ, ജഗൻ പറഞ്ഞു. നിൻ്റെ കയ്യിൽ അത്രയും പണം എടുക്കാനില്ലെന്ന് എനിക്കറിയില്ലേ? എൻ്റെ കയ്യിലില്ല, പക്ഷെ ഞാൻ വിചാരിച്ചാലുണ്ടാകും. നീ അത്രയും അറിഞ്ഞാൽ മതി. ജഗൻ അരിശം വന്നു. നിൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ താ, എനിക്ക് പോകണം. ശരി, എത്ര രൂപ വേണം? സാജൻ അയഞ്ഞു. തൽക്കാലം 5 ലക്ഷം മതി. 5 ലക്ഷമോ? സാജൻ വായി തുറന്നപടിയായി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സാജ? ജഗൻ്റെ സ്വരം കലിച്ചു. നീ പറഞ്ഞത് ശരിയാ, പക്ഷെ നിനക്കറിയാലോ, ഞാനൊരു ബിസിനസ്സുകാരനാണ്. 2 ലക്ഷം പെട്ടെന്ന് മാറിയപ്പോൾ തന്നെ ഞാൻ പരിങ്ങല്ല. ഇനി ഒരു 5 ലക്ഷം കൂടി ഞാൻ എങ്ങനെ തരും? സജ, നിനക്ക് കാര്യത്തിൻ്റെ ഗൗരവം അറിയില്ല. വിജിലൻസ് പിടിയിലായ വൈഖ IPSൻ്റെ വീഡിയോ കവറേജ് TV-യിൽ വന്നത് നീ കണ്ടില്ലേ? ആ സമയത്ത് വീഡിയോ ക്യാമറയിൽ അവൾ മാത്രമല്ല പതിഞ്ഞത്, പരാതിക്കാരനായ എൻ്റെയും ചിത്രം അതിലുണ്ട്. അത് ചേർത്ത് പത്രത്തിലൊക്കെ വാർത്ത വന്നു പോയാൽ എന്നെ എപ്പോൾ പൊക്കിയെന്ന് ചോദിച്ചാൽ മതി. തീക്കനലിൽ മേൽ അറിയാതെ പൃഷ്ഠം അമർന്നതുപോലെ നീറിപ്പിടിച്ചിരുന്നു സാജൻ. ജഗനെ പിടിച്ചാൽ തീർച്ച. കൂടെ താനും അകത്താണ്. ശരി, ഞാൻ ശ്രമിക്കാം. നാളെ പറയാം. സാജൻ ഒടുവിൽ സമ്മതിച്ചു. ശ്രമിച്ചാൽ പോരാ, കിട്ടണം. നാളെയല്ല,
എനിക്ക് പണം ഇന്ന് കിട്ടണം, അരമണിക്കൂറിനുള്ളിൽ. പറ്റുമോ ഇല്ലയോ അതിപ്പോൾ പറയണം. എടാ, കൊച്ചി വരെ പോകാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? യെസ് ഓർ നോ, നീ അതിന് ഉത്തരം പറഞ്ഞാൽ മതി. ജഗൻ കൂടുതൽ കനത്തു. സാജന് മനസ്സിലായി താൻ കൈയിട്ടത് സർപ്പക്കൂട്ടിലാണെന്ന്. കയ്യിൽ ചുറ്റിയിരിക്കുന്നത് രാജവെമ്പാലയും. കുടഞ്ഞെറിയാനാവില്ല തനിക്ക്. സാജൻ കൊച്ചിയിലുള്ള ഒരു ബിസിനസ് സുഹൃത്തിനെ വിളിച്ചു. ഒരു 5 ലക്ഷം വേണം, അരമണിക്കൂറിനുള്ളിൽ. പണം തരാം. 20% ആണ് പലിശ. അറിയാലോ? അറിയാം. ഓക്കെ, അക്കൗണ്ട് നമ്പർ പറഞ്ഞതാ. ഞാനിപ്പോൾ കോട്ടയത്താണ്. ശരി. കഞ്ഞിക്കുഴിയിൽ എൻ്റെ ഒരു പാർട്ട്ണറുണ്ട്, പേര് റഷീദ് അലി. ഫോൺ നമ്പർ ഞാൻ മെസ്സേജ് ചെയ്ത് തരാം, ചെന്ന് വാങ്ങിച്ചോളൂ. ശരി. 20% പലിശയ്ക്ക് 5 ലക്ഷം രൂപ വാങ്ങി ജഗന് കൈമാറുമ്പോൾ സാജൻ്റെ ശരീരം മൊത്തം വിറച്ചു. ആ IPS നിൻ്റെ കെട്ടിയോളായ പിന്നെ ഈ 5 ലക്ഷമൊക്കെ നിനക്ക് പുല്ലല്ലടാ. അതെ, അത് മാത്രമാണ് എൻ്റെ സമാധാനം. സാജൻ്റെ കണ്ണുകളിൽ വീണ്ടും പ്രത്യാശയായി. അവളെ കിട്ടണം, അവൾക്ക് മാത്രം അവകാശപ്പെട്ട സ്വത്തുക്കളും. ഇപ്പോൾ അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അത് നിനക്ക് കിട്ടുമടാ. ശരി. സാജന് സന്തോഷമായി, ആശ്വാസമായി. ആ ആശ്വാസത്തോടെ അവൻ മെല്ലെ മുറിവിട്ടിറങ്ങിയപ്പോൾ ജഗൻ വാതിലടച്ചു. എന്നിട്ട് തൻ്റെ മൊബൈലെടുത്തു. അത് വോയിസ് റെക്കോർഡിലായിരുന്നു. ജഗൻ അത് പരിശോധിച്ചു. ഗൂഢമായ ആഹ്ലാദത്തോടെ ജഗൻ ആലോചിച്ചു, ഈ വോയിസ് ക്ലിപ്പിംഗ് ആർക്കയച്ചു കൊടുക്കണം? വൈഖ IPSന്. അവൻ തന്നെ ഉത്തരവും പറഞ്ഞു. അമ്പാടിയിലെ പൂമുഖത്ത് ദേവിക നിലവിളക്ക് കൊളുത്തി. കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തോണേ. നിലവിളക്കിനരികിലിരുന്ന് ഈശ്വരി സന്ധ്യാനാമം ജപിച്ചു. ദേവികയും അരികിലിരുന്ന് നാമം ജപിക്കുമ്പോഴാണ് മുറ്റത്തേക്കൊരു കാർ വന്നു നിന്നത്. അമ്പരപ്പോടെ അവർ കണ്ടു. കാറിൽ നിന്നിറങ്ങുന്ന വൈഖ. യൂണിഫോമിലാണ്. പകലത്തേതുപോലെ തന്നെ കാതും കഴുത്തും നഗ്നം. പക്ഷേ വൈഖയുടെ പ്രൗഢിയും ഗൗരവവും ഇരട്ടിച്ചിരിക്കുന്നു. അവൾ സിറ്റൗട്ടിലേക്ക് കയറിയപ്പോൾ പ്രാർത്ഥന പൂർത്തിയാക്കാതെ ദേവിക എഴുന്നേറ്റു. കൂടേശ്വരിയും. മോളെ, ദേവിക വിളിച്ചു. വൈഖ പക്ഷെ ദേവികയെ ശ്രദ്ധിച്ചില്ല, ഈശ്വരിയെയും നോക്കിയില്ല. മുമ്പോട്ട് നടന്നു. യൂണിഫോമിലുള്ള ആ വരവും കടുത്ത മുഖം അത്ര പന്തിയല്ലെന്ന് തോന്നി ഇരുവർക്കും. വൈകുന്നേരം മുകളിലേക്ക് കയറി. സാജൻ അവൻ ഉപയോഗിക്കുന്ന റൂമിനുള്ളിലായിരുന്നു. ആരെയോ ഫോൺ ചെയ്യുന്നു. വൈക തീക്കാറ്റ് പോലെ ഉള്ളിലേക്ക് വരുന്നത് അവൻ കണ്ടു. കോൾ കട്ട് ചെയ്ത് തിരിയുമ്പോഴേക്കും ചാട്ടുളി പോലെ വൈകയുടെ ചോദ്യം, ജഗനെവിടെ? സാജൻ നടുങ്ങി കണ്ണുമിഴിച്ചു നിന്നു. സാജേട്ടനോടാണ് ചോദ്യം. അവനെവിടെയെന്ന്. ആ ജഗൻ. ജഗനോ? സാജൻ വരണ്ട തൊണ്ടയിൽ ചിലക്കി ശബ്ദം വരുത്തി. ഏത് ജഗൻ? കൈയോടെ പിടിക്കപ്പെട്ട കള്ളൻ്റെ മുഖമായിരുന്നു അവന്. വൈക പരിഹസിച്ച് ചിരിച്ചു. എനിക്ക് 10 ലക്ഷം രൂപ ചുമ്മാ കൈക്കൂലി തന്നവൻ. സാജേട്ടനറിയില്ലേ ആ റാസ്കലിനെ? എനിക്കറിയില്ല. സാജൻ വീണ്ടും വിക്കി. വൈകിയുടെ വരവും വന്നപാടെ സാജൻ്റെ മുറിയിലേക്കുള്ള പോക്കും കണ്ടതോടെ പരിഭ്രാന്തരായി ദേവികയും ഈശ്വരിയും ഒപ്പം സാവിത്രിയും സതിയും ആ മുറിയിലേക്ക് വന്നിരുന്നു. അല്ല വൈക, സതി ഇടപെട്ടു. നിനക്ക് കൈക്കൂലി തന്നവൻ്റെ കാര്യം സാജൻ എങ്ങനെ അറിയുന്നത്? അതെ, എൻ്റെ മോൻ എങ്ങനെയാണ് അവനെക്കുറിച്ച് അറിയുന്നത്? സാവിത്രിയും വെപ്രാളപ്പെട്ടു. ചോദ്യം നിങ്ങളോടല്ല. വൈക ഇരുവരെയും രൂക്ഷമായെന്ന് നോക്കി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? സതിക്ക് ദേഷ്യം വന്നു. സാജൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഞങ്ങൾക്കും അവകാശമുണ്ട്. എന്തവകാശം? വൈക പൊട്ടിത്തെറിഞ്ഞു. അരങ്ങേറിയ നാടകത്തിൻ്റെ ഡയറക്ടർ, അതാണോ അവകാശം? അരങ്ങേറിയ നാടകമോ? ഡയറക്ടറോ? നീ എന്താണ് ഈ പറയുന്നത്? എന്നെ കുരുക്കിയതിൻ്റെ ഏറ്റവും ഇങ്ങേയറ്റത്തെ ബുദ്ധി നിങ്ങളുടേതാണെന്ന്. വൈക സതിക്ക് നേരെ വിരൽ ചൂണ്ടി. ഞാനോ? സതിയുടെ കണ്ണുകൾ 2 വലിയ വൃത്തങ്ങളായി. യെസ്, നിങ്ങൾ തന്നെ. വൈക ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ദുബായിൽ ദിവാകരൻ അങ്കിളിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. കള്ളക്കണക്ക് കാരണം. ഇപ്പോൾ ഒരു ഷേക്കിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നത് ശരിയല്ലേ? സതി ഉമിനീര് വിഴുങ്ങി. സാജനും സാവിത്രിയും അമ്പരന്നു. ദേവികയും ഈശ്വരിയും അവിശ്വസനീയതയോടെ തറഞ്ഞു നിന്നു. സതി ആൻറ്റി കമ്പനിയിൽ ചെന്ന് കാല് പിടിച്ചതുകൊണ്ട് കമ്പനി 3 മാസത്തെ സമയം തന്നു, വെട്ടിച്ചെടുത്ത പണം തിരിച്ചടയ്ക്കാൻ. ഈ 25-ാം തീയതി സമയം തീരുന്നു. അതിനോടകം 15 ലക്ഷം രൂപ അവിടുത്തെ ബാങ്കിൽ തിരിച്ചടയ്ക്കണം. ഇല്ലെങ്കിൽ ചീറ്റിംഗ് കേസിൽ അങ്കിള് ജയിലാകും. പണം ഒപ്പിക്കാൻ ആൻറ്റി നാട്ടിലേക്ക് പ്ലെയിൻ കയറി.
വൈഗ തുടർന്നു. ഇവിടെ വന്നപ്പോൾ നല്ല തക്കം. ആളൊഴിഞ്ഞ അമ്പാടിയിൽ തമ്പടിച്ചു. അമ്പാടി മുഴുവൻ അപ്പാടെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പാടുപെടുന്ന സാവിത്രി ആൻറ്റിയായി സതി ആൻറ്റിയുടെ ഏര. ടാർജറ്റ് എൻ്റെയും സാജേട്ടൻ്റെയും വിവാഹം. സതി ആൻറ്റി എങ്ങനെയും അത് നടത്തും. പ്രതിഫലമോ അച്ഛമ്മയുടെ 101 പവൻ. അത് വിറ്റ് ബാങ്കിലടയ്ക്കുക. സതി ആൻറ്റി നാട്ടിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം ഇതല്ലേ? ആൾക്കൂട്ടത്തിന് നടുവിൽ ഉടുതുണി അഴിഞ്ഞു പോയ നാണക്കേടും പകപ്പുമുണ്ടായി സതിക്ക്. നേരാണോടെ വൈകൈ പറഞ്ഞതൊക്കെ? ഈശ്വരി മകളുടെ മുമ്പിൽ നിന്നു. ദിവാറിനിപ്പോൾ അവിടെ ഡ്രൈവർ പണിയാണോ? സതിക്ക് ശബ്ദമില്ല. ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായല്ലോ? വൈഗ ചോദിച്ചു. പൂർണ്ണ നിശബ്ദത. വൈഗ വീണ്ടും സാജൻ്റെ നേർക്ക് തിരിഞ്ഞു. ഇനി പറയ്, ജഗൻ എവിടെയുണ്ട്? സാജൻ ധൈര്യം വീണ്ടെടുക്കാൻ പാടുപെട്ടുകൊണ്ട് കർക്കശമായി പറഞ്ഞു. സതിയാൻറ്റിയെ വരട്ടിയതുപോലെ നീ എൻ്റെ നേരത്തുള്ളണ്ട. ഒരു ജഗനെയും എനിക്കറിയില്ല. അറിയില്ലേ? വൈഗയുടെ സ്വരം ഉറച്ചു. അറിയില്ല. സാജൻ്റെ ശബ്ദം ഉറച്ചു. വൈഗ തൻ്റെ മൊബൈലെടുത്തു. അതിൽ നിന്നും ഒരു സൗണ്ട് ക്ലിപ്പിംഗ് പ്ലേ ചെയ്തു. അപ്പോൾ സാജൻ്റെ ശബ്ദം വ്യക്തമായി എല്ലാവരും കേട്ടു. അവൾ ആ കാർത്തികിൻ്റെ കൂടെ നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല ജഗൻ. അതുകൊണ്ടാണ് അവളെ നാട്ടിക്കാനുള്ള കെണി വയ്ക്കാൻ ഞാൻ പറഞ്ഞത്. സതിയാൻറ്റി പറഞ്ഞു തന്ന പ്ലാനാ. ഏതായാലും പണി പറ്റി. അവൾ നാറി. പത്രത്തിലും ടി വിയിലൊക്കെ വന്നു. ഇനി ആ എൻജിനീയർ തിണ്ടി അവളെ പുറംകൈ കൊണ്ട് തട്ടിയെറിയും. എനിക്കത് മതി. ജഗനും സാജനും തമ്മിലുള്ള സംഭാഷണം മുഴുവൻ തുടർന്നെല്ലാവരും കേട്ടു. വിളറി വേർത്തുപോയി സതിയും സാവിത്രിയും. മരവിച്ചു നിൽക്കുകയാണ് സാജൻ. താനും ജഗനും തമ്മിൽ സംസാരിച്ചത് റെക്കോർഡ് ചെയ്തിരിക്കുന്നു. വൈഗ അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? എടാ, ഈശ്വരി അസഹ്യമായ രോഷത്തോടെ സാജനെ കടന്നു പിടിച്ചു. ഇത് കേട്ടത് സത്യാണോടാ? നീയാണോ ഇത് ചെയ്യിച്ചത്? അത് അച്ഛമ്മ, എനിക്കൊരു അബദ്ധം. സാജൻ പറഞ്ഞു തീർന്നില്ല. ഈശ്വരിയുടെ വലതുകരം സാജൻ്റെ കവിളത്ത് ആഞ്ഞു പതിച്ചു. തന്തെല്ലാ കഴിവേറി പോക്രിത്തരം കാണിച്ചിട്ട് അബദ്ധം പറ്റിയെന്നോ? ദ്രോഹി. ദേവിക 2 കൈകളും കൂട്ടി സാജൻ്റെ നെഞ്ചിലും തലയിലൊക്കെ ആഞ്ഞടിച്ചു. സങ്കടവും ക്ഷോഭവും കൊണ്ട് അവർക്ക് നെഞ്ചുമുട്ടി. എനിക്ക് പെൺകുഞ്ഞുങ്ങളേ ഉള്ളൂ, ആൺകുഞ്ഞുങ്ങളില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോനെ പോലെ കരുതി സർവ്വ സ്വാതന്ത്ര്യവും തന്നിട്ടു. എന്നിട്ടും നീ എൻ്റെ പൊന്നുമോളെ ചതിച്ചു അല്ലടാ. ദേവിക സാജനെ പിടിച്ചു തള്ളി. മഹാബാബി, ഇറങ്ങി, സെക്കൻഡിൽ ഇറങ്ങ്. ഇനി ഇവിടെ നിന്നെ കണ്ടുപോരുത്. അമ്മയും മാനും ഇറങ്ങിക്കോ. വൈഗ അത് കേട്ട് ഊറിച്ചിരിച്ചു. എന്നിട്ട് പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും കൈവിലങ്ങ് വലിച്ചെടുത്തു. അതവൾ കൈവിരലിൽ നുള്ളിപ്പിടിച്ച് തൂക്കി ഈശ്വരിക്ക് മുമ്പിൽ നിന്നു. അച്ഛമ്മേ, എന്നെ ചതിച്ചവൻ്റെ കയ്യിലിട്ട് പൂട്ടാൻ വിലങ്ങുമായി ഞാൻ വരുമെന്ന് അച്ഛമ്മയോട് പറഞ്ഞില്ലേ? ഇത് ഞാൻ വന്നിരിക്കുന്നു. അവൾ ചിരിച്ചു. അച്ഛമ്മയുടെ അനുവാദത്തോടെ ചെറുമകൻ്റെ കയ്യിലിട്ടിടാൻ പോവുകയാണ്. ഒരു കയ്യടി അത്യാവശ്യം. വൈഗ വിലങ്ങുമായി സാജൻ്റെ നേർക്ക് തിരിഞ്ഞു. അയ്യോ മോളെ. സാവിത്രി വൈഗയുടെ മുമ്പിലേക്ക് നീങ്ങി നിന്ന് 2 കൈകളും കൂപ്പിപ്പിടിച്ചു. എൻ്റെ മോനൊന്നും ചെയ്യല്ലേ. ജയിലിൽ കിടക്കുന്നതിൻ്റെ സുഖം ഞാൻ മാത്രം അറിഞ്ഞാൽ പോരെ സാവിത്രി ആൻറ്റി? എല്ലാവർക്കും അതറിയണ്ടേ? ഇത് നല്ല അവസരമാണ്. ജയിലിലൊരു മുറി പ്രത്യേകം ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. എന്താ പോരെ? വൈഗ ശബ്ദമില്ലാതെ ചിരിച്ചു. സതിയും സാവിത്രിയും ജീവച്ഛവങ്ങളായി. കൈ നീട്ടിക്കോ. വൈഗ ചങ്ങല ഉയർത്തി. ഞാനൊരു മോതിരം ഇടണമെന്നല്ലേ സാജേട്ടൻ്റെ ആഗ്രഹം? എന്താ, ഞാനൊരു വള തന്നെ അങ്ങ് ഇട്ടേക്കാം. പൊന്നുമോളെ. സാവിത്രി അവളുടെ കാൽക്കലിരുന്നു. ഞങ്ങളൊന്നും ചെയ്യില്ലേ. എൻ്റെ മോളെ ഉപദ്രവിക്കില്ലേ. സംഭവിച്ചതിൻ്റെ എല്ലാം മാപ്പ് ചോദിക്കുക. ഞങ്ങൾ പോയിക്കോളാം. ഒരു നിമിഷം ഇനി ഇവിടെ നിൽക്കില്ല. സത്യം. വൈഗ ഉള്ളിൽ ചിരിച്ചു. ഇതാ താൻ ജയിക്കുന്നു. ഇവിടെ നിന്നും താമസം മാറ്റുമ്പോൾ തൻ്റെ ലക്ഷ്യം ഇതായിരുന്നു. ഇവർ നിരുപാധികം ഇവിടെ നിന്നും ഇറങ്ങിപ്പോവുക, ശല്യമില്ലാതെ. അതിനുള്ള വഴി താൻ തേടാതെ അവർ തന്നെ ഒരുക്കിയിരിക്കുന്നു. അമ്മയും അച്ഛമ്മയും രക്ഷപ്പെട്ടു. താനും. ഉള്ളിലെ സന്തോഷം മറച്ച് അവൾ ശൗര്യം തന്നെ അണിഞ്ഞു പറഞ്ഞു. ശരി, ഞാൻ വിലങ്ങ് വയ്ക്കുന്നില്ല, ജയിലിലടയ്ക്കുന്നില്ല. പക്ഷെ ഒറ്റ ചോദ്യം സാജേട്ടനോട്. എനിക്കതിന് ഉത്തരം കിട്ടണം, സത്യസന്ധമായിട്ട്. പറ്റുമോ? അവൻ സത്യമേ പറയൂ. സാവിത്രി ഇടയിൽ കയറി. എന്നിട്ട് സാജനോട് പറഞ്ഞു, എടാ, അവൾ ചോദിക്കുന്നതിന് ശരിക്കുള്ള ഉത്തരം പറഞ്ഞേക്കടാ. വൈഗ
തറയ്ക്കുന്ന നോട്ടം സാജൻ്റെ കണ്ണുകളിലായിരുന്നു. ജഗൻ്റെ കയ്യിൽ അന്ന് ആ 10 ലക്ഷത്തിൻ്റെ കെട്ട് കൊടുത്തു വിട്ടത് സാജേട്ടൻ തന്നെയല്ലേ? അയ്യോ ഞാനല്ല, സാജൻ വിക്കി. പിന്നെ ആര്? അതിൻ്റെ ഉത്തരവാണ് എനിക്ക് വേണ്ടത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ജഗൻ പറഞ്ഞില്ല. പക്ഷെ ഡോക്ടർ ലക്ഷ്മിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഡോക്ടർ രശ്മി? അതെ, അന്ന് നീയും കാർത്തിക് ചന്ദ്രനും കൂടി ഫ്ലാറ്റ് നോക്കാൻ പോയ വിവരം എന്നോട് പറഞ്ഞത് രശ്മിയാണ്. വല്ലാത്ത രോഷമായിരുന്നു അവൾക്ക്. ഇത് പറയുമ്പോൾ ജഗൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളാണ് ഇതിന് പിന്നിലല്ലേ? സാജൻ മിണ്ടിയില്ല. എന്നെ നാട്ടിച്ച് കാർത്തികിൽ നിന്നും അകറ്റേണ്ടത് സാജേട്ടൻ്റെ ആവശ്യം. അതേ ആവശ്യം തന്നെ അവൾക്കും ഉണ്ടായിരുന്നു അല്ലേ? സാജൻ തലയാട്ടി. അതേ എന്ന്. ഡോക്ടർ രശ്മി വൈഗ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. അവളുടെ മുഖം ഉച്ചസൂര്യൻ പോലെ ജ്വലിച്ചു. അധ്യായം 38. നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു ഡോക്ടർ രശ്മി. വാർഡ് പരിശോധനയ്ക്കിറങ്ങാൻ ടേബിളിന് മുകളിലിരുന്ന് സ്റ്റെതസ്കോപ്പ് എടുത്ത് വെള്ളക്കോട്ടിൻ്റെ പോക്കറ്റിൽ തിരികിയിട്ട് നേഴ്സിൻ്റെ ഡ്യൂട്ടി റൂമിലേക്ക് പോകാനായി തിരികുകയായിരുന്നു അവൾ. അപ്പോഴാണ് കണ്ടത് വാതിൽ നിറഞ്ഞു നിൽക്കുന്ന ജഗൻ. നിങ്ങളോ? രശ്മിയുടെ മുഖം ഇരുണ്ടു. എന്താ നിങ്ങൾ ഈ രാത്രിയിൽ? ഡോക്ടറെ ഒന്ന് കാണാമെന്നതാണ്. കാര്യം? വൈഗ IPS പുറത്തിറങ്ങി. ഡോക്ടർ അറിഞ്ഞോ? ജഗൻ ചോദിച്ചു. ഓ, ഈ മഹാകാര്യം പറയാനാണോ നിങ്ങളിപ്പോൾ ഈ ഹോസ്പിറ്റലിലോട്ട് വന്നത്? രശ്മിയുടെ നെറ്റി ചുളിഞ്ഞു. അത് ഞാനെപ്പോഴേ അറിഞ്ഞതാണ്. നിങ്ങളെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചു. പക്ഷെ നിങ്ങളെ കൊണ്ടതിന് കൊള്ളില്ലെന്ന് മനസ്സിലായി. ജഗൻ്റെ കണ്ണുകൾ കോർത്തു. അവളെ 10 ദിവസമെങ്കിലും അകത്തിടണം, 2 ആഴ്ചയെങ്കിലും സസ്പെൻഷൻ, എന്നിട്ട് പുറത്തു നിർത്തണം. അതല്ലേ ഞാൻ പറഞ്ഞത്. എന്നിട്ടോ? ഒന്നുമില്ല. കൂളായിട്ട് അവൾ പുറത്തിറങ്ങി. കൈക്കൂലി വാങ്ങുന്നത് തെറ്റാണ് ഡോക്ടർ എന്ന് കരുതി 10 ദിവസം അകത്ത് കിടക്കാനും മാത്രം വലിയൊരു ഭീകര കുറ്റമൊന്നുമല്ല അത്. കൊല ചെയ്തിട്ട് ചെന്നാലും ഒറ്റ ദിവസം കൊണ്ട് ജാമ്യം കിട്ടുന്ന കാലമല്ലേ? ജഗൻ പറഞ്ഞു. ഇത് ജാമ്യമല്ലല്ലോ, കേസിൽ നിന്ന് ഒഴിവാക്കിയതല്ലേ. അങ്ങനെ സംഭവിച്ചു. ചെയ്യാൻ പറ്റാത്ത ദൗത്യം ഏറ്റെടുക്കരുത്. ജഗനത് ഇഷ്ടപ്പെട്ടില്ല. കൈക്കൂലി കേസിൽപ്പെടുത്തി അവരെ നാറ്റിക്കണം. ഡോക്ടർ എന്നോട് അത്രേ പറഞ്ഞുള്ളൂ. അത് ഞാൻ നടത്തി. അതിൽ നിന്ന് ആ സ്ത്രീ രക്ഷപ്പെട്ടെങ്കിൽ അതവരുടെ മിടുക്ക്. അവരുടെ മിടുക്ക് വർണ്ണിക്കാനാണോ നിങ്ങളിപ്പോൾ പോകുന്നത്? രശ്മിക്ക് അരിശം വന്നു. അല്ലേ? പിന്നെ അവർ രക്ഷപ്പെട്ടപ്പോൾ അപകടത്തിലായത് ഞാനാണ്, ജഗൻ പറഞ്ഞു. അവർക്കെതിരെ പരാതിപ്പെട്ട എന്നെ തപ്പി നടക്കുക CI ഗോപകുമാർ. അയാളുടെ കയ്യിൽ പെട്ടുപോയാൽ പിന്നെ നോക്കണ്ട. മാഡത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ രവി മേനോനെ കുരുക്കാൻ നോക്കിയത്. പക്ഷെ അയാൾക്കിതിൽ പൊട്ടും പങ്കില്ലെന്ന് അയാൾ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ആ സ്ഥിതിക്ക് പോലീസ് എന്നെ വല്ലാണ്ട് ഉപദ്രവിച്ചാൽ എനിക്ക് ഡോക്ടറുടെ പേരല്ലേ പറയാൻ പറ്റൂ? വാട്ട്? രശ്മി നടുങ്ങിപ്പോയി. എൻ്റെ പേര് മിണ്ടരുത്. അതിനാണ് ഞാൻ 2 ലക്ഷം രൂപ എണ്ണി തന്നത്. അല്ലെന്ന് ഞാൻ പറയുന്നില്ല. കേസ് ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ നേരെ തിരിഞ്ഞു വന്ന സ്ഥിതിക്ക് എൻ്റെ രക്ഷ ഞാനും നോക്കണ്ടേ? എന്ന് വെച്ചാൽ പിടി കൊടുക്കാതെ എനിക്ക് മുങ്ങണം. ഈ കേസിൽ ഗൗരവമൊക്കെ ഒന്ന് ആരെത്തണത്തിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. പക്ഷെ കേരളത്തിന് പുറത്തു പോയി കുറച്ചു കാലം കഴിയണമെങ്കിൽ എൻ്റെ കയ്യിൽ പണമില്ല. ഒരു 5 ലക്ഷം രൂപ കൂടി ഡോക്ടർ തരണം. ഇനി ഒരു നയാ പൈസ ഞാൻ തരില്ല. ഡോക്ടർ രശ്മി തീർത്തു പറഞ്ഞു. ശരി, എങ്കിലും CI ഗോപകുമാർ എന്നെ പിടിച്ചോട്ടെ. ജഗൻ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഡോക്ടർ രശ്മി വിയർത്തുപോയി. വൈകിയെ കൈക്കൂലി കേസിൽ ഉൾപ്പെടുത്തിയതും താനാണെന്ന് പുറത്തിറഞ്ഞ തൻ്റെ അമ്മ പോലും തന്നോട് ക്ഷമിക്കില്ല. ജഗൻ, അവൾ വിളിച്ചു. ജഗൻ ആ വിളി പ്രതീക്ഷിച്ചു തന്നെയാണ് ഓരോ അടിയും മുമ്പോട്ട് വെച്ചത്. സാധന വീഴ്ച അതേ അടവിൽ രശ്മിയും വീഴുമെന്ന് അയാൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. സൽപ്പേരും അഭിമാനവും ഒരു ഡോക്ടർക്ക് ഏറ്റവും വലുതല്ലേ, പ്രത്യേകിച്ചും അവിവാഹിതയായിട്ടുള്ള ഒരു പെണ്ണിനെ. അയാൾ തിരികെ വന്നു. 5 ലക്ഷം രൂപയുടെ ചെക്ക് രശ്മി എഴുതി കൊടുത്തു. സാജൻ്റെ കയ്യിൽ നിന്നും മൊത്തം 7 ലക്ഷം രൂപ, ഡോക്ടറുടെ കയ്യിൽ നിന്നും മൊത്തം 7. ജഗന് തൃപ്തിയായി. ഊറിയ ചിരിയോടെ അവൻ നീങ്ങി. നല്ല കച്ചവടം. കുറച്ചു നാളത്തേക്ക് ഇനി ഒരു പണിയും ചെയ്യണ്ട. ഡോക്ടർ പോയ ശേഷം ഇടനാഴി തിരിഞ്ഞ് വാർഡിലേക്ക് കയറിയിരുന്നു ഡോക്ടർ രശ്മി. അപ്പോഴാണ് പിന്നിൽ നിന്നും വിളിയും കൈകൊട്ടും. ഹലോ ഡോക്ടർ, ഒന്ന് നിൽക്കണം. ഒരാഘാതം പോലെയാണ് ആ ശബ്ദം രശ്മിയുടെ കാതിൽ പതിഞ്ഞത്. വൈകാതെ തന്നെ അവൾക്ക് ആളെ മനസ്സിലായി. വൈഗ IPS. അവൾ തിരിഞ്ഞു നോക്കി. ഇടനാഴിയിലേക്ക് കയറി വൈകിയിൽ നിന്നു. യൂണിഫോമിൽ തന്നെ. എന്ത് വേണം?
ഉള്ളിലെ ആന്തൽ മറച്ചുകൊണ്ട് രശ്മി ചോദിച്ചു. ഒരു സമ്മാനം തരാമെന്ന് കരുതി, ഒരു വള. വൈഗ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും കൈവിലങ്ങെടുത്തു. എന്താ, തന്നേക്കട്ടെ? എന്തിന്? രശ്മി വിറച്ചു. ഈ അതിസാമർഥ്യത്തിന്. വൈഗയുടെ കണ്ണുകളിൽ വൈരം തിളങ്ങി. എന്നെ ഇത്ര സമർത്ഥമായി കുരുക്കി, 2 ദിവസം ജയിലിലടച്ചു, ഇത്രയേറെ പ്രസിദ്ധി ഉണ്ടാക്കി തന്നില്ലേ, അതിന്? ഞാനോ? എനിക്കറിയില്ല. രശ്മി അരിശപ്പെട്ടു. നീ ജഗനെ അറിയില്ലേ? നമ്പർ 1 ഫ്രോഡ്. അവൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ കൊടുത്തുവിട്ട് നീയല്ലേ? 10 ലക്ഷമോ? ഞാൻ കൊടുത്തിട്ടില്ല. രശ്മി ശക്തമായി നിഷേധിച്ചു. 10 ലക്ഷം വിട്ടേക്ക്. എന്നെ കുറുക്കുന്നതിൻ്റെ പ്രതിഫലമായി അവന് നീ 2 ലക്ഷം കൊടുത്തില്ലേ? അത് ശരിയല്ലേ? രശ്മിയുടെ മിഴികൾ വട്ടം കറങ്ങി. ഇവൾ ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ അറിഞ്ഞു? എങ്കിലും ധൈര്യം സംഭരിച്ച് അവൾ നിഷേധിച്ചു. എനിക്കറിയില്ല. ഞാനാർക്കും പണം കൊടുത്തിട്ടില്ല. ഒരു ജഗനെ എനിക്കറിയില്ല. ജഗനുമായി നിനക്കുള്ള ബന്ധം ഞാൻ തെളിയിച്ചു തരാം. എവിടെ വന്നു വേണം? പോലീസ് സ്റ്റേഷനിലോ അതോ കോടതിയിലോ? രശ്മി പറയണം. രശ്മി ശരിക്കും വിളറി. നീ തറക്കളി നടത്തിയത് എൻ്റെ സ്വഭാവഹത്യ ഉദ്ദേശിച്ചാണ്. എന്നെ സമൂഹ മധ്യത്തിൽ നാറ്റിക്കുക. നിന്റെ നോട്ടം കാർത്തിക്, ശരിയല്ലേ? രശ്മി തറപ്പിച്ചു നോക്കി. പക്ഷെ നിനക്ക് തെറ്റി. നീ ഈ കളിക്ക് കരുക്കൾ നിർത്തും മുമ്പേ മനസ്സോടെ അല്ലെങ്കിലും കാർത്തികിനെ ഞാൻ വിട്ടുതന്നു കഴിഞ്ഞിരുന്നു. ദുർബുദ്ധിയും അഹന്തയും കൊണ്ട് നീ ആ സിറിഞ്ചിലെ പൊട്ടാസ്യം സയനൈഡ് കുത്തിക്കയറ്റി ജീവനെടുക്കുമെന്ന് ഭയന്നിട്ട് തന്നെ. വൈകമെല്ലെ ചിരിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഭയമില്ല. നീ മരിച്ചാൽ എനിക്കിപ്പോൾ ഒരു നഷ്ടമില്ല. നീ മരിക്കേണ്ടവളാണ്. സോ ഞാൻ ആ തീരുമാനം മാറ്റി. ഇത്രയും അതിസാമർഥ്യം എന്നോട് കാട്ടിയ നീ ഇനി അങ്ങനെയൊന്നും വിജയിക്കണ്ട. കാർത്തികിനെ ഒരിക്കലും നിനക്ക് കിട്ടില്ല. ഞാൻ വിട്ടുതരികയില്ല. നിന്നെ വിലങ്ങിടാനല്ല ഞാൻ വന്നത്. ഇത് നിൻ്റെ മുഖത്ത് നോക്കി പറയാൻ വേണ്ടിയാ. അതിന് മാത്രം. വൈഗ വീണ്ടും ചിരിച്ചു. വരട്ടെ. ഗുഡ് ബൈ പറഞ്ഞ് ഉറച്ച കാൽവയ്പോടെ വൈഗ തിരിഞ്ഞു. പുറത്തേക്കിറങ്ങി. അവളുടെ കാർ അകന്നു പോയിട്ടും രശ്മിക്ക് അനക്കമില്ല. ഒരു തരത്തിലുള്ള മരവിപ്പ്. തോറ്റുപോയവളുടെ ക്ഷീണം. ഇത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടും പണം മുടക്കിയിട്ടും ജയം അവൾക്കാണ്. ആ ജഗൻ നന്ദി കെട്ടവൻ. അവൻ തന്നെ ഒറ്റിയിരിക്കുന്നു. അവൻ്റെ പിന്നിൽ താനറിയാതെ മറ്റാരോ ശക്തമായി കളിക്കുന്നുണ്ട്. അയാളാക്കും വൈഗയെ കുരുക്കാൻ 10 ലക്ഷത്തിൻ്റെ നോട്ടുകെട്ട് വാരിയിട്ടത്. അയാൾ ആരാണ്? 10 ലക്ഷം പുല്ലുപോലെ വാരിയിട്ടവൻ. മടങ്ങുമ്പോൾ വൈഗയുടെ അമ്പരപ്പും അത് തന്നെയായിരുന്നു. ആ 10 ലക്ഷത്തിൻ്റെ ഉടമാരാണ്? സാജേട്ടനോ രശ്മിയോ അല്ല. പിന്നെ ആരാണ് ആ മഹാൻ? വൈഗ പെട്ടെന്ന് മൊബൈലിൽ CI ഗോപകുമാറിനെ വിളിച്ചു. ഞാൻ ആ ജഗനെ തപ്പുകയാണ് മാഡം, ഗോപകുമാർ പറഞ്ഞു. ടൗണിലെ ഒരു റിസോർട്ടിലുണ്ടെന്ന് ഒരു അനോണിമസ് കോള്. എന്നിട്ട് ഞാൻ വരുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പേ റൂം വെക്കേറ്റ് ചെയ്ത് അവൻ പോയി. എങ്കിൽ ഗോപനെ വിളിച്ചറിയിച്ചതും അവൻ തന്നെയാകും, വൈഗ പറഞ്ഞു. ചില ക്രിമിനലുകൾ ഇങ്ങനെയാണ്. പോലീസിനെ കബളിപ്പിക്കും, കളി കണ്ട് രസിക്കും, എന്നിട്ട് സൂത്രത്തിൽ മുങ്ങിക്കളയും. എങ്ങനെയും അവനെ പിടികിട്ടിയാലേ മാഡത്തിന് കെണിയൊരുക്കിയത് ആരാണെന്ന് കൃത്യമായി പറയാനാവും, വൈഗ ആലോചനയോടെ പറഞ്ഞു. അവൻ സ്റ്റേറ്റ് വിട്ടു നിൽക്കാനാണ് ഗോപ സാധ്യത. ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സ്റ്റേഷനിലെല്ലാം ഒന്ന് തപ്പുന്നത് നല്ലതാണ്. അപ്പോൾ മൊബൈലിൽ SP നമ്പർ തെളിയുന്നത് വൈഗ കണ്ടു. അവൾ ഗോപൻ്റെ കോള് കട്ട് ചെയ്തിട്ട് SP കോൾ അറ്റൻഡ് ചെയ്തു. വൈഗ എവിടെയാണ്? ടൗണിലേക്ക് വരികയാണ് സർ, നമുക്കൊന്ന് കാണണം. ശരി സാർ. വൈഗ വണ്ടി കലക്ട്രേറ്റിലേക്ക് തിരിച്ചു. 10 ലക്ഷം ജഗനെ ഏൽപ്പിച്ചത് ആരെന്നറിയില്ലെങ്കിലും ജഗന് പിന്നിൽ സാജനും രശ്മിയും ഉണ്ടെന്നുള്ള കാര്യം വൈഗ ഗോപനോട് പറഞ്ഞില്ല. അവൾ തീരുമാനിച്ചു, SP പറയണ്ട. തൻ്റെ വിവാഹവും പ്രേമബന്ധവും ഈ കേസിലേക്ക് വലിച്ചഴച്ച് കാർത്തികിനെ കൂടി നാറ്റിക്കണ്ട. വൈഗ SP വിൽസൺ തോമസിൻ്റെ റൂമിലേക്ക് ചെന്നു. റൂമിനുള്ളിൽ നിറയുന്ന ട്യൂബിൻ്റെ പ്രകാശം. ഇരിക്കടോ. വൈഗ ഇരുന്നു. ഏറ്റുമാനൂരിൽ എന്തായിരുന്നു പ്രോബ്ലം? താനിന്നവിടെ വണ്ടിയിട്ട് ബ്ലോക്കാക്കിയെന്ന് കേട്ടു. SP പുഞ്ചിരിച്ചു. തൻ്റെ ഓരോ ചലനവും അപ്പോൾ SP അറിയുന്നുണ്ടല്ലോ. എന്നാലും അഖിലിനെ കണ്ട കാര്യം പറയണ്ട. അവനെ കണ്ടെത്തും വരെ അത് തൻ്റെ മാത്രം സ്വകാര്യമായിരിക്കട്ടെ. അവൾ കള്ളം മെനഞ്ഞു. ജഗൻ ഏറ്റുമാനൂർ ഭാഗത്തുണ്ടെന്ന് ഒരു അനോണിമസ് കോള്. നോക്കാമെന്ന് കരുതി ചെന്ന് തിരയുമ്പോൾ അവനെപ്പോലെ ഒരാളെ കണ്ടു. കൈയോടെ പിടിക്കാമെന്ന് കരുതി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി.
അതാണ്. അവൻ്റെ പിന്നിൽ ആ പത്തനാടനാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. അച്ഛനുമായി ജയിലിൽ അത്ര വലിയൊരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഉടനെ ഒരു മറുകളിക്ക് അയാൾ മുതിരുമെന്ന് കരുതണ്ട സാർ. പിന്നെ എൻ്റെ സംശയം ഇത് അവരാണെന്നാണ്. ആര്? SP ചോദിച്ചു. എന്നെയും വക്കീലിനെയൊക്കെ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തിയവരെ. അവർ ആരാണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. ഇല്ല, പക്ഷേ ഒരു വൻ ശക്തി. അവൾ തുടർന്നു. 10 ലക്ഷം ചുമ്മാ എടുത്തിടാൻ മാത്രം ഒരുപാട് പണമുള്ള, സ്വാധീനമുള്ള, അധികാരമുള്ള ഒരാൾ. ജഗൻ അയാൾ സമർത്ഥമായി ഉപയോഗിച്ചു. അതാണുണ്ടായത്. അപ്പോൾ ജഗനെ കിട്ടിയ അവനെ കണ്ടെത്താം അല്ലേ? SP ചോദിച്ചു. അതെ സാർ, വൈഗ സമ്മതിച്ചു. തൻ്റെ ഉറപ്പായ വിശ്വാസം കൊല്ലപ്പെട്ട മിത്രയുമായി അയാൾക്കെന്തോ ബന്ധമുണ്ട് എന്നാണ്. വൈഗ SP മുഖത്തേക്ക് ഉറ്റുനോക്കി. അതുതന്നെയാണ് എൻ്റെയും വിശ്വാസം. അവളും പറഞ്ഞു. ബൈ ദ ബൈ, ഞാൻ തന്നെ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ്. SP തുടർന്നു. ആ വരുൺ ദേവിൻ്റെയും ഡാനിയുടെയും സെമൻ ഫോറൻസിക് ലാബിലേക്ക് നമ്മൾ അയച്ചിരുന്നു DNA ടെസ്റ്റിന്. ദയയുമായി അന്ന് ലൈംഗിക ബന്ധം പുലർത്തിയത് ഇവരാണോ എന്നറിയാൻ. സർ, വൈഗ ഉദ്യോഗത്തോട് ശ്രദ്ധിച്ചു. അതിൻ്റെ റിസൾട്ട് വന്നു. സെമൻ മാച്ചില്ല. വരുണും ഡാനിയുമല്ല കൊല്ലപ്പെടും മുമ്പ് ദയയോടൊപ്പം ഉണ്ടായിരുന്നത്. SP തുടർന്നു. ദയയുടെ റൂമിൽ നിന്നും അന്ന് കിട്ടിയ ഫിംഗർ പ്രിൻറ്റുകൾ നോക്കി. അതും മാച്ചല്ല. പിറ്റേന്ന് ഡോഗ് സ്ക്വാഡ് കണ്ടെടുത്ത ജീൻസും ഷർട്ടും പരിശോധിച്ചു. അതും അവരുടേതല്ല. എന്നുവെച്ചാൽ അവരന്ന് അമ്പാടിയിലെ മതിൽക്കെട്ടിനുള്ളിൽ വന്നു എന്നതൊഴിച്ചാൽ ദയയുടെ റൂമിൽ അവർ കയറിയിട്ട് പോലുമില്ല. അല്ലേ? വൈഗ അമ്പരന്നു. അതെ, അതാണ് ശരി. അപ്പോൾ പിന്നെ ദയയെ കൊന്നത് വൈഗയുടെ കസിൻ, എന്നുവെച്ചാൽ ദയയുടെ വുഡ് ബോയ് തന്നെ, അഖിൽ. SP തറപ്പിച്ച് പറഞ്ഞു. വൈഗയുടെ ഹൃദയം ഒന്ന് പിടച്ചു. അവനാണെന്നറിയാം. എന്നാലും SP അങ്ങനെ തറപ്പിച്ച് പറഞ്ഞപ്പോൾ ഒരാന്തൽ. ദൈവമേ, അവൻ എങ്ങനെ കഴിഞ്ഞു അവളെ കൊല്ലാൻ? വരുണുമായുള്ള ദയയുടെ ബന്ധവും അവനോട് അവൾ കാട്ടിയിരുന്ന സ്വാതന്ത്ര്യവുമാണോ അഖിലിനെ ഇത്ര ക്രൂരനാക്കിയത്? എന്തായിരുന്നു അവർ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം? അന്ന് വിളിച്ചപ്പോൾ അവൻ തന്നെ സംബോധന ചെയ്തത് ഓർത്തു. സ്നേഹത്തോടെ വൈകേച്ചി എന്നല്ല, IPS എന്ന്, നിങ്ങളെന്ന്. അത് അവനിൽ മാറ്റമുണ്ട്, ഒരു ക്രിമിനലിൻ്റെ വ്യക്തമായ മാറ്റം. വൈഗ, എനിക്കിപ്പോൾ ഒരു സംശയം. എന്താ സർ? 10 ലക്ഷം എറിഞ്ഞ് വൈഗയ്ക്ക് കെണിവെച്ചത് ഈ അഖിലാണോ എന്ന്. ഒളിഞ്ഞിരിക്കുന്ന അവൻ വിചാരിച്ചാൽ പെട്ടെന്ന് എങ്ങനെ 10 ലക്ഷം മാറാൻ പറ്റും? വെഡിത്തം പറയാതടോ. SP ചിരിച്ചു. അവൻ മാത്രമല്ലല്ലോ, ഒരു കൂട്ടുപ്രതി കൂടിയില്ലേ ഇപ്പോൾ? മാത്രമല്ല, അവൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ അവൻ്റെ കൂടെയില്ലേ? അവരുടെ മകളെ വൈഗ ലോക്കപ്പിലാക്കി. പകരം അവരും ചെയ്തു. പക മനസ്സിൽ കയറിയ മനുഷ്യൻ എന്തും ചെയ്യും. അത് ശരിയാണെന്ന് വൈഗയ്ക്ക് തോന്നി. ജഗൻ്റെ പിന്നിൽ അഖിലുണ്ടാവുമോ എന്ന് താൻ ഇതുവരെ സംശയിച്ചില്ല. സംഭവങ്ങളെ വൈഗ ഒന്ന് കൂട്ടിയിണക്കി നോക്കി. അതുവരെ ഒരു വിവരവുമില്ലാതിരുന്ന അവൻ അന്നു തന്നെ വിളിച്ചു. അപർണയെ ലോക്കപ്പിൽ നിന്നിറക്കി ബാംഗ്ലൂർക്ക് വിടണമെന്നായിരുന്നു പറഞ്ഞത്. വൈകിട്ട് തമ്മിൽ കാണാമെന്നും പറഞ്ഞു. എന്നിട്ട് സംഭവിച്ചതോ? താൻ അകത്തായി. പകരത്തിന് പകരം. ശരിയാണ് സാർ, അഖിൽ തന്നെയാകും ആ 10 ലക്ഷം എറിഞ്ഞത്. അഖിലിൻ്റെയും അച്ഛൻ്റെയും അവൻ്റെ ബാങ്ക് അക്കൗണ്ടുകളും ഒന്ന് ചെക്ക് ചെയ്യണം. SP പറഞ്ഞു. ബാങ്ക് എനിക്കറിയാം സാർ, ഞാനത് ചെയ്തോളാം. ശരി. വൈഗ എഴുന്നേറ്റ് യാത്ര പറഞ്ഞു. തൻ്റെ ഓഫീസിലേക്ക് കയറിയില്ല. പുറത്തേക്കിറങ്ങി. രാവേറെയായിരുന്നു. കലക്ട്രേറ്റ് വളപ്പിൽ പോലീസുകാരും ഓഫീസുകളിലെ വാച്ചർമാരും ഡ്രൈവർമാരും മാത്രമേ ഉള്ളൂ. വൈഗ തൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് വഴിത്താരയിലൂടെ ഒരാൾ അവളുടെ കാറിന് നേർക്ക് വന്നത്. അവൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ആളെ തിരിച്ചറിഞ്ഞു. റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് ചെറിയാച്ചൻ. കാർത്തികിന് ഫ്ലാറ്റ് ഏർപ്പാടാക്കി കൊടുത്ത ആൾ. അയാൾ അടുത്ത് വന്നപ്പോൾ അവൾ ഡോറിൻ്റെ ചില്ല് താഴ്ത്തി. എന്താ ചെറിയാച്ച? അവൾ ചോദിച്ചു. എന്താ ഈ സമയത്തൂടെ? ഞാൻ നമ്മുടെ DYSP സാറിനൊന്ന് കാണാമെന്നാണ് മാഡം. മൈക്കിൾ സാറിനെ. ചെറിയാച്ചൻ അല്പം വിഷമത്തോടെ പറഞ്ഞു. എന്താ കാര്യം? നമ്മുടെ ബിസിനസ്സിനിടയ്ക്ക് കയറി
ഒരാൾ എനിക്കിട്ടൊരു പണി തന്നതാണ് മാഡം. അകത്തായി പോകുന്ന കേസാണ്. മൈക്കിൾ സാർ ഊരിത്തരാമെന്ന് ഏറ്റു. പരം ഗാന്ധിക്കെട്ട് കൊടുത്താൽ മതി. വൈഗ പുഞ്ചിരിച്ചു. ഇറങ്ങി വരുമ്പോഴാണ് മാഡം കാറിലേക്ക് കയറുന്നത് കണ്ടത്. ഓടി വരുമായിരുന്നു. മാഡം ജയിലിൽ നിന്ന് ഇറങ്ങിയല്ലേ അല്ലേ? ചെറിയാൻ സങ്കടത്തോടെ പറഞ്ഞു. മാഡത്തിന് ഒറ്റുവെച്ചവർ ശരിക്കും അനുഭവിച്ചോളൂ മാഡം. വൈഗ ചിരിച്ചതേ ഉള്ളൂ. മാഡം ചിരിച്ചോ? സങ്കടപ്പെട്ടത് മുഴുവൻ കാർത്തിക് സാറാ. കാർത്തിക്, ആ പേര് കേട്ടതും വൈഗയുടെ രോമകൂപങ്ങൾ പോലും ഒന്നുണർന്നു. കൈവിലങ്ങ് വെച്ച് ജയിലിൽ പോകുമ്പോൾ എതിരെ നിന്നിരുന്നു. പിന്നെ കണ്ടതേയില്ല. ജയിലിലേക്ക് വന്നില്ല. താൻ ഇറങ്ങിയിട്ട് ഇതുവരെ ഒരു വിളി പോലും വന്നതുമില്ല. രശ്മിയോട് താൻ വീമ്പടിച്ചു കാർത്തികിനെ ഇനി വിട്ടുകൊടുക്കില്ലെന്ന്. പക്ഷെ കാർത്തികിന് ഇനി തന്നെ വേണ്ടെങ്കിലോ? ആ ഓർമ്മയിൽ അവളുടെ കരള് നൊന്തു, മുള്ളാണിയിൽ തറയ്ക്കുന്നത് പോലെ. മാഡം ജയിലിനകത്ത് കഴിഞ്ഞത്ര സമയം കാർത്തിക് സാറും ജയിലിലായിരുന്നു മാഡം, ചെറിയാച്ചൻ പറഞ്ഞു. വൈഗയുടെ പുരികം ചുളിഞ്ഞു. ആ ഫ്ലാറ്റിലെ മുറിവിട്ട് ആൾ പുറത്തിറങ്ങിയിട്ടില്ല. 3 ദിവസം ആഹാരം കഴിച്ചില്ല. വെറും തറയിൽ പുഴത്തെ തണുപ്പും സഹിച്ചിട്ട് പട്ടിണിക്ക് ഒരേ കിടപ്പ്. ഞാൻ എത്ര പറഞ്ഞു നോക്കിയെന്നറിയോ? ആൾ കേൾക്കണ്ടേ? ചെറിയാച്ചൻ സങ്കടത്തോടെ പറഞ്ഞു. ഈ സാറിന് മാഡത്തോട് എന്തൊരു സ്നേഹ. വൈഗയ്ക്ക് കരൾ നിറഞ്ഞു, കണ്ണു നിറഞ്ഞു, മനസ്സു നിറഞ്ഞു. അതെ, രശ്മിയോട് പറഞ്ഞ വാക്ക് ശരിയാണ്. 100% കാർത്തിക് എൻ്റേതാണ്, എൻ്റെ മാത്രം. ഒരാൾക്കും താൻ അയാളെ വിട്ടുകൊടുക്കില്ല, എന്തു വന്നാലും. കാർത്തിക് ഇപ്പോഴും കൂടെയുണ്ടെന്ന അറിവ് അവൾക്ക് കൂടുതൽ ഊർജം പകർന്നു. പ്രസരിപ്പോടെ അവൾ ചെറിയാച്ചനെ നോക്കി ചിരിച്ചു. താങ്ക്സ്. വൈഗ കാർ മുമ്പോട്ടെടുത്തു. ഇരുട്ടിനെ കീറി മുറിച്ച് ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം മുമ്പോട്ട് പായുമ്പോൾ വൈഗയുടെ മൊബൈൽ ശബ്ദിച്ചു. അഖിൽ കോളിങ്. പെട്ടെന്നവൾ വണ്ടി വഴിയോരം ചേർത്ത് നിർത്തി. എന്നിട്ട് കോൾ ബട്ടൺ അമർത്തി കാതോട് ചേർത്തു. അപ്പോ കാതിൽ വീണത് വാത്സല്യം നിറഞ്ഞ സ്വരം. അവൻ അപർണയെ വിളിക്കുകയാണ്. കോൾ അവളുടെ മൊബൈലിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് തൻ്റെ മൊബൈലിലേക്ക് വന്നതറിയാതെ വൈഗ അതീവ ജാഗ്രതയോടെ അവൻ്റെ അടുത്ത വാക്കിന് കാതോർത്തു. ഹലോ പ്രിയരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. അപ്പോൾ നാളെ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ കണ്ടുവിട്ടും. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ഫോളോ ചെയ്യാതെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുന്നേ. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും നാളെ കണ്ടുമുട്ടും വരേക്കും വണക്കം, നന്ദി, നമസ്കാരം.